ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ 6 വർഷങ്ങൾ എത്ര പെട്ടെന്നാണല്ലോ പോയത്. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള പോക്കറ്റ് മണി വെച്ച് ഞാൻ ഒരു കാർഡും ഒരു ഗിഫ്റ്റും വാങ്ങിയിട്ടാ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് സൽമാൻ എത്തിയപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഹൈക്കോർട്ടിലുള്ള വെല്ലോസിറ്റിയിലോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. നമുക്ക് കേക്കൊന്നും കട്ട് ചെയ്യേണ്ട, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായേ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയിലിട്ട അടിപൊളി ഫുഡ് തന്നെയായിരുന്നേ. അവിടുത്തെ പോർക്ക് റിബ്സ് ഒരു രക്ഷയിലിട്ട മസ്റ്റ് ട്രൈ ആണ്. ആനിവേഴ്സറികൾ പലതും ഞങ്ങൾക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലട്ടാ. ആ സമയങ്ങൾ സൽമാൻ നാട്ടിലുണ്ടാവാറില്ല. സത്യം പറഞ്ഞാൽ 6 വർഷം പോലും ഞങ്ങൾ അറിഞ്ഞില്ലട്ടാ. ഞങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് കപ്പിളൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ കണ്ട ഇടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുറവുകളെ എന്നൊരാൾക്ക് അടിപൊളിയായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നോ അന്ന് ആ റിലേഷൻഷിപ്പ് കൂടുതൽ കളർഫുൾ ആവട്ടെ. പുള്ളി കൂടിയില്ലാത്തപ്പോഴത്തേക്കും ഒറ്റപ്പെട്ട ഫീലിംഗ്സ് ഒക്കെ വരുമെങ്കിലും സൽമാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് നോക്കുള്ളൂ. കാശിന് കുറച്ച് കുറവുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അതെങ്ങനെയെങ്കിലും അത് നടത്തി തന്നിരിക്കോട്ടെ. അങ്ങനെ 3ാമത്തെ കൊല്ലം ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു പൊന്നുമണിയായിട്ട് ഞങ്ങളുടെ ചുന്നൻ. അവള് ഞങ്ങളുടെ ലക്കി ഗേളാണ് ട്ടാ. സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതേപോലെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ആളുകളും ഉണ്ടാവും. ആ സന്തോഷിക്കുന്ന കാര്യങ്ങളെ മാത്രം ഓർത്ത് അതിനെ മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമല്ല. അതെന്നെ അങ്ങനെ പഠിപ്പിച്ചെന്ന് സൽമാനാണ് ട്ടാ. അങ്ങനെ നമുക്ക് ആറിക്കറിയപ്പോ അടുത്ത ഗിഫ്റ്റും കൂടി ഞാൻ കയ്യിലോട്ട് കൊടുത്തിട്ടാ. അതും കൂടി കിട്ടിയപ്പോഴത്തേക്കും കൂടുതൽ ഹാപ്പിയായി. ഇനി അങ്ങനെ ഒരു 100 വർഷം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ്.